എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് ഇന്ന് ഉണ്ണിക്കണ്ണൻ്റെ ബാലലീലകൾ തുടർന്നും പറഞ്ഞു തരാം. ഉണ്ണിക്കണ്ണൻ്റെ രസകരമായ ബാലലീലകൾ, കുട്ടിക്കുറുമ്പുകൾ എല്ലാം എത്ര കേട്ടാലും മതിയാവില്ല. ഉണ്ണിക്കണ്ണൻ ഗോകുലത്തിൽ വികൃതി കളിച്ചിങ്ങനെ നടക്കുമ്പോൾ ഒരു നാൾ ഒരു കൊട്ടയിൽ നിറയെ പഴമായി പഴം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അമ്മമ്മ അവിടേക്ക് വന്നു. അവർ പഴം ഓരോരോ വീട്ടിലും പോയി പഴം വേണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ വീട്ടിലും കുട്ടികളുള്ള കാരണം എല്ലാവരും പഴം വാങ്ങും. അവർക്ക് അതിനു പകരം ദ്രവ്യമായി അരിയോ നെല്ലോ എല്ലാം കൊടുക്കും. അങ്ങനെ വാങ്ങി വന്നവർ ഉണ്ണിക്കണ്ണൻ്റെ വീട്ടിലെത്തിയിട്ട് പഴം വേണോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഉണ്ണിക്കണ്ണൻ വന്ന് രണ്ട് കൈയും നീട്ടി നിൽക്കുകയായിരുന്നു. ഉണ്ണിക്കണ്ണൻ്റെ കൗതുകമായ നിൽപ്പ് കണ്ടിട്ട് അവർക്ക് വളരെ ഇഷ്ടമായി. ഉടനെ അവർ കൊട്ടയിൽ ബാക്കിയുണ്ടായിരുന്ന പഴം മുഴുവൻ ഉണ്ണിക്കണ്ണൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഉണ്ണിക്കണ്ണൻ അതും കൊണ്ട് അകത്തേക്ക് പോയി. അവരാണെങ്കിൽ ആ കുട്ടി ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടി ഇതൊന്നും പ്രതിഫലമൊന്നും പ്രതീക്ഷിച്ചു കൊണ്ടല്ല കൊടുത്തത്, ഉണ്ണിക്കണ്ണനെ കണ്ടിട്ട് ഇഷ്ടമായിട്ട് കൊടുത്തതാ. ഉണ്ണിക്കണ്ണൻ അതാണെങ്കിൽ അടുക്കളയിൽ കൊണ്ടുപോയി വെച്ച് തൻ്റെ കുഞ്ഞി കൈ കൊണ്ട് അടുക്കളയിൽ അരിപ്പാത്രത്തിൽ നിന്നും കുറച്ച് അരിമണി കയ്യിൽ നിറയെ വാരിയെടുത്തു. കുറച്ചല്ല, കയ്യിൽ രണ്ട് കൈ കൊണ്ട് വാരിയെടുത്തിട്ട് ഓടി വരിക അമ്മമ്മയ്ക്ക് കൊടുക്കാൻ. ഉമ്മറത്തെത്തുമ്പോഴേക്കും കൈ കുഞ്ഞു കയ്യല്ലേ അതിന്നൊക്കെ വീണ് പോയി. ബാക്കിയുള്ള കയ്യിലുണ്ടായിരുന്ന ധാന്യം അമ്മമ്മയുടെ കൊട്ടയിലേക്ക് തട്ടി കുടഞ്ഞ് ഇട്ട് കൊടുത്തു. അമ്മമ്മ അതും കൊണ്ട് സന്തോഷത്തോടുകൂടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോകുമ്പോഴേക്കും കൊട്ടയ്ക്ക് വല്ലാത്ത ഖനം. എന്താ കൊട്ടയിൽ വിചാരിച്ച അമ്മമ്മ ഇറക്കി വെച്ചപ്പോ കൊട്ടയിൽ നിറയെ സ്വർണവും രത്നങ്ങളും വൈഡൂര്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നീട് അവർക്ക് പഴം വിൽക്കാനേ പോകേണ്ടി വന്നിട്ടില്ല. ധാന്യ സമൃദ്ധിയോടുകൂടെ സന്തോഷമായി ജീവിച്ചു. ഉണ്ണിക്കണ്ണന് സ്നേഹത്തോടുകൂടെ പ്രതിഫലമൊന്നും ഇച്ഛിക്കാതെ പഴം കൊടുത്തപ്പോൾ അതിന് പകരം അവർക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള സമ്പത്ത് നൽകി ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഭഗവാന് എന്തു കൊടുക്കുന്നു എന്നതിലല്ല, ഭഗവാന് എന്തു മനോഭാവത്തോടുകൂടെ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. വലിയ വലിയ സമ്മാനങ്ങൾ ഭഗവാന് കൊടുക്കുക എന്നതിലല്ല, നമ്മൾ കൊടുക്കുന്ന സമ്മാനം, നമ്മൾ നൽകുന്ന സമർപ്പണം, നമ്മൾ കൊടുക്കുന്ന നൈവേദ്യം എന്തായാലും ആത്മാർത്ഥമായി ഇതെൻ്റെ ഉണ്ണിക്കണ്ണൻ ഇഷ്ടപ്പെടണേ, ഉണ്ണിക്കണ്ണൻ ഇതിൽ സന്തോഷവാനാവണമേ എന്ന് വിചാരിച്ചുകൊണ്ട് സമർപ്പിച്ചാൽ തീർച്ചയായും ഭഗവാൻ അതിൽ സന്തോഷിക്കും. എന്തെങ്കിലും പ്രാർത്ഥിച്ച് ഭഗവാൻ എന്തെങ്കിലും കൊടുക്കാമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയാൽ അതിൽ യാതൊരു തെറ്റുമില്ല. പ്രാർത്ഥന നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ പ്രാർത്ഥിച്ചത് ഭഗവാന് സമർപ്പിക്കണം എന്ന് മാത്രം. അത് നമ്മൾ മറന്നു പോകാതെ ശ്രദ്ധിക്കണം. ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാവരും ഒരുപോലെയാണ്. വലിയ ധനികരെന്നോ പാവപ്പെട്ടവരെന്നോ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാനെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നത് പോലെ തീർച്ചയായും നമുക്ക് ഇങ്ങോട്ടും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കും. തുടർന്നും ഭഗവാന്റെ രസകരമായ കഥകൾ കേൾക്കാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. ഈ ചാനലിലൂടെ ഞാൻ തിങ്കൾ മുതൽ വെള്ളി വരെ സുഭാഷിതങ്ങളും ശനിയാഴ്ച ഉണ്ണിക്കണ്ണൻ്റെ കഥയുമാണ് പോസ്റ്റ് ചെയ്യുന്നത്. സുഭാഷിതങ്ങളും കഥകളും എല്ലാവരും കേൾക്കുമല്ലോ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.